ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡുകൾ കഴിഞ്ഞ ആഴ്ച വരെ അത്യാവശ്യം നൈസ് ആയിരുന്നു. ലാലേട്ടൻ ഫയർ ആയിരുന്നു. പക്ഷെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എന്ത് പറയാന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. കാര്യം കുണ്ടി കാണിച്ചു എന്ന് പറഞ്ഞൊരു പേരിൽ ചർച്ച നടത്താൻ പറ്റുമോ പിള്ളേച്ച? ഭയങ്കര വിഷയമാണ്. നമ്മുടെ ജിസേലമ്മയുടെ ആണെങ്കിൽ ഇന്ന് ലൈവിനകത്ത് നടന്നേക്കുന്ന ഒരു സംഭവം പുറത്ത് ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അത് കണ്ടിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഡേ ഒന്നും ഇട്ടിട്ടില്ലേ ശരിക്കും? അതിന്റെ തൊട്ട് പുറകെ ഇത് സീൻ പിടിക്കുക ഷാനവാസ്, അനീഷ്. പോരാത്തതിന് ഇവിടെ ബിഗ് ബോസിന്റെ ക്യാമറമാന്മാർ ഇത് കണ്ടിട്ടെങ്കിൽ രസിക്കുവന്ന്. തുണി കൊടുത്തിട്ടുണ്ടോ മറ്റേ കുറച്ച് ആ ഒരു ശരീരത്തിന്റെ ടോണിനനുസരിച്ചുള്ള ആ ഒരു കളർ അങ്ങനെ എന്തോ സംഭവം കണ്ടാണ് ഇട്ടേക്കുന്നത്. ഇതിനെ ഒരു കാര്യമുണ്ട്, വസ്ത്രധാരണമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി വസ്ത്രം ഇടാതെ നടക്കാൻ പാടില്ല. പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ട് മുമ്പ് നമ്മുടെ ഷാനവാസ് തന്നെയാണെങ്കിൽ ഒരിക്കൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാവേ. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അന്ന് പുള്ളിയുടെ മൈൻഡ് സെറ്റ് ഒക്കെ സഭ്യ സദാചാരത്തോട് നമ്മൾ എന്താ പറയുക എന്നുള്ള മൈൻഡ് സെറ്റ് പുള്ളി എപ്പോഴും ഷോർട്സ് ഒക്കെ ഇട്ട് തുടയൊക്കെ കാണിച്ചിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതുപോലെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നും അന്ന് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത് സഭ്യ സദാചാരത്തോട് ചോദ്യം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ പുള്ളി കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. കാര്യം പിന്നെ തൊട്ട് പിന്നാലെ നിൽക്കുക. എങ്ങനെ പറയുക? വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ എന്നാ പറയുക? നെഗറ്റീവ് പറയോ പോസിറ്റീവ് പറയോ എന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇവർ ഇരിക്കുന്നത്. കാര്യം ഇവരെല്ലാം ഇപ്പോൾ മറ്റേ സ്കൂളിൽ മറ്റേ ഫ്രീ പീരീഡ് ലീഡർ പേര് എഴുതി വെച്ചിട്ട് ക്ലാസ് ടീച്ചർ വന്നിട്ടാണെങ്കിൽ എല്ലാവർക്കും അടി കൊടുക്കുമല്ലോ. അത് അടി കൊടുക്കുമോ അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് കൊടുക്കുമോ ഇമ്പോസിഷൻ കൊടുക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആ ഇതിലാണ് എല്ലാവരും ഇരിക്കുക. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങൊക്കെ പോവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ ഷാനവാസ് മറ്റേ നെബിനായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിനകത്ത് ഈ നെബിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെ കുറെ നിന്നെപ്പോലുള്ള ആൾക്കാരെ കാണാറുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനം സത്യം പറഞ്ഞാൽ അത് വേണമായിരുന്നോ? അത് കുറച്ച് ഭയങ്കരമായിട്ടൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ പുള്ളിക്ക്. അപ്പൊ അത്രത്തോളം പോകണമായിരുന്നു ഇങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിൻ ഇത്രയും ദിവസമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ റിയ സലീം എന്ന് പറയുന്ന അപരാധി മുഖം വന്നിട്ട് എല്ലാ എണ്ണത്തിനും കൊടുക്കാനുള്ള നെഗറ്റീവായിട്ടിരുന്നവരെല്ലാം പോസിറ്റീവ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ ഷാനവാസ് കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമിന്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. നമ്മളിങ്ങനെ തൊട്ട് ഒരു പരിധി വരെ ഓക്കെ, പരിധി ലംഘിക്കേണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഈ പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല. കഴുതോ തൊട്ടിക്കോ. ഒരു പ്രാവശ്യം കൈന്ന് വരെ അടിച്ച ഞാൻ എടുക്കട കൈന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഇവന്മാരോട് ഷെയർ ചെയ്താണ് പല പ്രാവശ്യം ഇവന്മാരോട് ഷെയർ ചെയ്താ. ഇത്രയും മുമ്പ് ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ ബെഡിലോട്ട് കിടക്കാൻ വന്നു. ഞാനിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചാടി അഭിലാഷിന്റെ ബെഡിൽ പോയി കിടന്നു. അന്ന് 2 ദിവസം പിണങ്ങി നടന്നു. പിന്നെ ഞാൻ പിന്നെ അവിടുത്തെ എൻ്റെ ബെഡിൽ പോയി കിടന്നു. ആദിലാനൂറയുടെ വിഷയം പറഞ്ഞ പോലെയും അല്ലെങ്കിൽ മസ്താനി ഒനിയൽ വിഷയം പറഞ്ഞ പോലെയും ഒന്നും അല്ല ഇത് വിഷയം വേറെയാണ്. എന്നാലും എൻ്റെ ലാലേട്ട എന്നാ നിങ്ങളിത് പറയുന്നുള്ളതാണ് ഞാൻ ആലോചിക്കണേ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മുമ്പ് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അഭിലാഷ് എന്ന് പറഞ്ഞിരുന്നു ഈ നെവിൻ എന്ന ഹൗസിനകത്ത് പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ എൻ്റെ ഒരു കണ്ടന്റ് പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഹൗസിന് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് പുള്ളിക്ക് ഈ അനുഭവം ഉണ്ടായെന്നുള്ളതാണ്. എന്താണെങ്കിലും ലാലേട്ടൻ ഈ വീക്കെൻഡിൽ എങ്ങനെ എവിടുന്ന് തുടങ്ങും എന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആദില നൂറ തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ. ഇതിനെല്ലാം അത്താണി എന്ന് പറയുന്നത് ഈ സലീമാണ്. ഞാൻ റിയാസിനെ കൊടുത്തല്ലോ, അവളെന്റെ അടുത്തൊന്നും ഒരു നേരം പോകുന്നു. അതായത് അനുമോളെ റിയാസ് സലീമിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ആദില പറയുന്നത്. ആദിലയ്ക്ക് ഇത് നല്ല പണി കിട്ടും, ഉള്ള കാര്യം പറയാമല്ലോ. ഇവിടെ ആദില ഇപ്പം ഞാൻ എനിക്ക് അവിടുത്തെ ഞാൻ മുമ്പൊരു വീഡിയോ തന്നിട്ടുണ്ട്. എനിക്ക് അവിടെ ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണെന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി പറഞ്ഞുള്ള കാര്യം അനുമോൾ അവിടെ ആ ജിസേലിന്റെ ആരിന്റെ വിഷയത്തിൽ കാണിച്ചേക്കുന്ന ഒരു പരിപാടി വെച്ചിട്ട് എല്ലാം ഞാൻ പറഞ്ഞേക്കുന്നതാണ്. എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ കാണിച്ചേക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ഈ അനുമോൾ എന്ന് പറയുന്ന ആരുടെ ഫ്രണ്ടാണ്? ഈ ആദിലയുടെ ഫ്രണ്ട് അല്ലേ?
അന്ന് നെവിൻ പുറത്തിറങ്ങിയപ്പം അനുമോക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അനുമോളെ ഇവിടെ ആര് നിനക്കെതിരെ നിന്നെന്ന് പറഞ്ഞാലും എൻ്റെ കൊഴുക്കിന് ജീവനുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്റെ ഒപ്പം നിൽക്കുക, അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം മറ്റേ കട്ടപ്പ ശൈത്യ പിന്നീന്ന് കുത്തി, ഇപ്പൊ എന്താണ്ട് ഇവിടെ ആദില ചെയ്യുന്ന പരിപാടിയാണോ ഇത്? നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മളെന്താ തിങ്ക് ചെയ്യുന്നതാണ്. ഗിൽറ്റ് തോന്നേ ചെയ്യരുത്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം കാരണക്കാരൻ റിയാസ് സലീമാണ്. ഇയാൾ കയറി അതിനകത്തോട്ട് പോയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് തൊലിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നോർമലായിട്ട് ഓക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നൊരു സാധനമായിരുന്നേ. ഇവൻ ലാലേട്ടന് മുകളിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ചലഞ്ചറായിട്ട് അതിനകത്തോട്ട് ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ആ രീതിയിൽ വേണം കളിക്കാൻ, അല്ലാതെ ഒരുമാതിരി വൈൽഡ് കാർഡിന്റെ കൂട്ട് കയറിപ്പോയിട്ട് ഇവൻ എന്തോ ക്ഷണത്താൻ വേണ്ടിയിട്ട് പോയതാണ്. എന്നിട്ട് ഒരുമാതിരി ആൾക്കാരെ ട്രിഗർ ചെയ്തു എന്നുള്ള, അല്ലാതെ ഇവൻ എന്നാ കോപ്പ ചെയ്തേ, കുറെ ആൾക്കാരുടെ ഗെയിം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദിലേക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അനുമോളെ ശൈത്യ കട്ടപ്പയാണെങ്കിൽ പിന്നീന്ന് കുത്തിയതിന്റെ ഓൾറെഡി അങ്ങനെ കുറച്ച് സീനുണ്ട്. അനുമോൾ പിന്നെ ബ്ലൈൻഡ് ആയിട്ട് ആദിലേനെ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറയുന്ന അനുമോളുടെ പല ക്യാരക്ടർ ആണെങ്കിലും ചില സമയത്ത് ഉള്ള വർത്താനം ഇതും പറച്ചിലൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമുക്കാണെങ്കിലും പിടിക്കില്ല. പക്ഷെ അതൊക്കെ പിടിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ആദില. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വളരെ അടിപൊളിയായിട്ട് നിന്നിട്ട് തൊട്ടിപ്പുറത്ത് മാറിയിട്ടോ ഒക്കെ ഇട്ട് കൊടുത്തതാണെന്ന് പറയുമ്പോഴത്തേക്കിന് മറ്റേ ഈ മീമൊക്കെ കാണുമല്ലോ, ഈ സ്നേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ക ആ ഒരു സ്നേക്കിന്റെ പരിപാടിയല്ലേ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ആദില കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിലേക്ക് ഇന്നലെ വരെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോസിറ്റീവായിട്ടൊക്കെ പൊക്കോണ്ടിരുന്നതായിരുന്നേ, കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് വരെ. ആ സലീം അങ്ങോട്ട് കയറി ചെന്നു, ഇവർക്കും കിട്ടി നെഗറ്റീവായി. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിയുടെ എൻ്റെ പൊന്നിടാവേ, പുള്ളിക്കാരിയുടെ മറ്റേ 50 സെന്റിമീറ്റർ ചുറ്റളവ് ഈ സാധനങ്ങളോടൊന്നും നമുക്ക് ഒരു യോജിപ്പില്ല, അതൊക്കെ നമ്മളെ രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആദില നൂറെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാധനത്തോട് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരി ആ ഒരു നിലപാടിനകത്ത് ഉറച്ചു നിന്നേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അന്ന് അനുമോളാണെങ്കിൽ മറ്റേ തോന്നിയാസം കാണിച്ചിട്ട് അതിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പുള്ളിക്കാരുടെ ഒരു പ്രോപ്പറായിട്ട് പുള്ളിക്കാരുടെ ഇതാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഇവരെല്ലാം മനുഷ്യന്മാരാണ്, നമുക്കോട് ഒപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ നമുക്ക് പോലും ആണെങ്കിൽ അവിടെ ഒരു നിലപാടിൽ ഉറച്ചുന്ന ഒരു വ്യക്തി എന്നൊരു കാര്യം ലക്ഷ്മി എടുത്ത് തോന്നി. അതും പോട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ പൊന്നെ ശോഭാ വിശ്വനാഥ് പോയി കുളിച്ചിട്ട് വന്ന് പറഞ്ഞേക്കുന്നത് ഇതേ ശോഭാ വിശ്വനാഥ് കഴിഞ്ഞ ആ ഒരു സീസണിൽ കാണിച്ചേക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കാം. സമാധാനമായിട്ടാണ് പുറത്തിറങ്ങിയിട്ടൊന്നും വരാം. ഇവർ ഈ വാഗൊണ്ടാണ് ചോറുണ്ടെന്ന് വരെ നമുക്ക് തോന്നിപ്പോ. അങ്ങനെ പറഞ്ഞേക്ക് ഇതേ ശോഭാ വിശ്വനാഥ് പോയി കുളിച്ചിട്ട് വന്നു. എന്തായാലും ലക്ഷ്മിക്ക് കിട്ടാനുള്ള പോസിറ്റീവ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ആ സലീം ആണെങ്കിൽ വന്ന് ക്ഷണത്തുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. വളരെ ക്വാളിറ്റി വളരെ കുറവാണ്, ഒബ്വിയസ്ലി കുറവാണ്. അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത്. എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വേർഡ്സ് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർഡ്സ്. ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ്. ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കുന്നു കണ്ടസ്റ്റൻസ് ആണ്. സൈഡിലോട്ട് മാറിയിരുന്ന് വലിച്ചോണ്ടിരി. ഈ കഴിവറട മോനാണെങ്കിൽ ഇവന്റെ സീസണിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഇവൻ മറ്റേ ക്ഷണത്തിലെ മറ്റേ സംഭവമാണെന്നും ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോഴത്തേക്കിന് നിലവാരമില്ലാത്ത കൾച്ചറൽ സ്പെല്ലോ. ഇവൻ തന്നെ പറയുന്ന വാക്ക് നീ ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും തെറി തന്നെ അല്ലേ. അതിനകത്ത് കയറിയിട്ടാണെങ്കിൽ ലക്ഷ്മിയെ ചൊറിയാൻ പോയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഇതിന്റെ പൊന്നോ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ ഓരോന്ന് പട്ടിയായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. എല്ലാം വാങ്ങിച്ചു കൂട്ടി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇത് കയ്യിൽ നിന്ന് പാളി കഴിയുമ്പോൾ കുറെ ഇംഗ്ലീഷ് വാക്ക് അങ്ങോട്ട് തുപ്പിയും വീടും. മലയാളം ബിഗ് ബോസിലല്ലേ ഇവൻ പോയേക്കുന്നത്, മറ്റേ ഇംഗ്ലീഷ് അല്ലേ സ്ഥാനത്തുനിന്ന്, അവിടെ വേറെ ആർക്കും ഇംഗ്ലീഷ് അറിയാത്ത പോലെ. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ ബാക്കിയുള്ള ആൾക്കാർ ഷാനവാസിന്റെ അടുത്താണെങ്കിൽ ആ ബെഡ്ഷീറ്റ് ഇടാൻ പറഞ്ഞ ഷാനവാസ് അവിടെ ഇല്ല, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പോയി ഇത് ബാക്കി വേസ്റ്റ് എല്ലാം അവിടെ ഹൗസിനകത്ത് മറിച്ചിടുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഷാനവാസ് ഇത്രയും ദിവസം എനിക്ക് ഷാനവാസിന്റെ ഗെയിമിനകത്ത് അത്ര ഇതൊന്നും തോന്നില്ല. പക്ഷെ ഇന്നത്തെ ആ ഒരു BB ഹോട്ടൽ ഈ ടാസ്കിനകത്ത് മക്കളെ ഷാനവാസ് തീപ്പൊരി വാറച്ചെന്നുള്ളത് പറയാമല്ലോ. കാര്യം റിയ ആ സലീം കഴിഞ്ഞ സീസണിൽ എന്തോ വലിയ കുണാണ്ടർ എന്നുള്ള രീതിയിൽ വന്നതാണ്. ഈ വന്നിട്ട് ഇനി LGBT കമ്മ്യൂണിറ്റീനെ എന്തോ ഉന്നതിയിൽ മറ്റേ സ്ഥലത്ത് എത്തിക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാണിക്കാം ഇങ്ങനെ വിചാരിച്ച് വന്നിരിക്കുന്ന ഒരു റിയ സലീം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം മനുഷ്യരായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതിനകത്ത് കോപ്രായങ്ങൾ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കുറെ അപരാധി മക്കളുണ്ട്. അതിലൊരു അപരാധിമോനാണ് ഈ പറയുന്ന റിയ സലീം. എന്നിട്ട് ഈ റിയ സലീം ആ ഒരു കുഞ്ഞിനെ പറ്റി തന്നെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആട്ടെ. ബാക്കി നമുക്കിനി ഈ ആദില ചെയ്തേക്കുന്ന വേറൊരു കാര്യമുണ്ട് അനുമോളെ, അതോടെ നമുക്കൊന്ന് കാണാം. എന്നെ കഴിപ്പിക്കാൻ
ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാത്റൂം റിലേറ്റഡ് ഇത്തരത്തിലുള്ള കുറച്ച് തമാശകളും ഇത്തരം പദപ്രയോഗങ്ങൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഇവിടെ ഇവർ ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ഇവരുടെ ആദിലയുടെ ഫ്രണ്ടല്ലേ, ആൾക്കാരുടെ മുന്നിൽ ഇപ്പം നമുക്കൊരു ഫ്രണ്ടാണെങ്കിൽ നമ്മൾ അവരെ ആണെങ്കിൽ വിളിച്ചിരുത്തിട്ട് നമ്മൾ അവനെ പിടിച്ച് ഊക്കുവോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനിടയിൽ ആ ഒരുത്തിനെ പിടിച്ച് ഏറി കയറ്റി നമ്മൾ ഊക്കും, അത് ഇത് മാടാകോട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മൾ വേറൊരാളുടെ മുന്നിൽ, പുതിയതായിട്ടൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ ഇമ്മാതിരി കളിയാക്കാന്നൊക്കെ പറഞ്ഞ് എന്ത് ആഡ് ചെയ്ത് അതിലേക്ക് ഇതാണൊക്കെ പണി കിട്ടാൻ പോണേ. ആണ് കർമ്മ ഈസ് എ ബിച്ച്, അത് തിരിച്ചടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഭയങ്കര ബോറാണ്. ഒരുമാതിരി നാറിയ സാധനമാണ് ഇവരുടെ വായി എന്നൊക്കെ വന്നോണ്ടിരിക്കുന്നത്. എന്നാ പറയാനാണ്. എന്താണെങ്കിലും ഇന്നത്തെ എന്താണെങ്കിലും BB ഹോട്ടലിന്റെ പരിപാടിക്കകത്താണെങ്കിൽ തൂക്കിക്കുന്ന ഷാനവാസാണ്. ആൻഡ് ഇവിടെയാണ് ഷാനവാസിന്റെ ഒരു ഗെയിം ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അക്ബർ ഖാൻ ആണെങ്കിൽ ഇവർ ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്കും അക്ബർ ഖാൻ ആണെങ്കിൽ തള്ളാൻ എന്തൊരു സാധനം പോയി, അത് അങ്ങനെ അങ്ങ് ഷാനവാസ് കൊണ്ടുപോയേ. വേറെ വിഷയങ്ങൾ അക്ബർ ഖാനായിട്ട് ഉണ്ടാക്കാനില്ല. കാര്യം ഇവർ തമ്മിൽ ഓൾറെഡി പ്രശ്നങ്ങൾ സോൾവ് ആക്കിയിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷുമായിട്ട് കട്ട കമ്പനി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആദിലയുടെ അടുത്ത് അത്യാവശ്യം നൈസ് രീതിയിൽ നിൽക്കുന്ന കമ്പനിയായി. അപ്പൊ ഇവരൊന്നും ഈ പറയുന്ന ഷാനവാസിനെ അടിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കമ്പനിയായി. ഇനി അവിടെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇവരുമായിട്ട് സംസാരിച്ച് തീർക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഷാനവാസാണ്. ഷാനവാസിന് അങ്ങനെ നിൽക്കാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാർ ഷാനവാസിനെതിരെ ഇച്ചിരി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നൈസായിട്ട് സൈഡ് ആക്കിയിട്ട്, അതായത് അവരുമായിട്ട് കമ്പനി എന്നുള്ള രീതിയിൽ നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ഗെയിം കളിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. നമ്മുടെ മസ്താനിയുടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. മസ്താനി പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ഒരു ഇപ്പം ലാസ്റ്റ് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. I am now prepared to address the question from the public. I am aware of the various allegations circulating against me and I have taken legal actions against some of them. While the experience of cyberbullying has affected me mentally, I am determined not to give up. As a participant who has been in the public eye, I recognize my responsibility to respond openly and transparently. I am ready to face your questions. എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇത് നേരിടാനൊക്കെയുള്ള പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരികയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആർക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.